ഒരു സന്ദർശകൻ പോലും കാണാനില്ലാതെ 3.5 പതിറ്റാണ്ട് കാലം. ഒരിക്കൽ പോലും സൂര്യന്റെ വെട്ടം കാണാൻ കഴിയാതെ ഒറ്റയ്ക്ക് ഇരുട്ടുമുറിയിൽ. എന്നിട്ടും ഒരു രഹസ്യം പോലും പറയാതെ പിടിച്ചു നിന്ന ഒരു ധീരനുണ്ട് നമുക്ക്, കശ്മീർ സിംഗ്. നീണ്ട 35 വർഷത്തെ തടവിന് ശേഷം തിരിച്ചെത്തിയ കശ്മീർ സിംഗ് അപ്പോഴും പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്: രാജ്യം ആവശ്യപ്പെട്ടാൽ ഇനിയും ഞാനിത് ചെയ്യാൻ തയ്യാറാണ്. പഞ്ചാബ് പോലീസിൽ നിന്നാണ് കശ്മീർ സിംഗ് ഇന്ത്യൻ സൈന്യത്തിൽ അംഗമാകുന്നത്. സൈനികനായി തുടരുന്നതിനിടയിലാണ് പാകിസ്ഥാനിൽ പോകാൻ തയ്യാറുണ്ടോ എന്ന് മിലിറ്ററി ഇന്റലിജൻസിന്റെ ഭാഗമായ ഒരാൾ കശ്മീരി സിംഗിനോട് ചോദിക്കുന്നത്. അവിടെ കശ്മീർ സിംഗിന്റെ ഇന്ത്യൻ ചാരൻ എന്ന ജീവിതം ആരംഭിക്കുകയായിരുന്നു. 1969 ഒരു തണുത്ത പ്രഭാതത്തിൽ ഗുരുദാസ്പൂരിന് സമീപം അതിർത്തി വഴി കശ്മീർ സിംഗ് എന്ന മുഹമ്മദ് ഇബ്രാഹിം പാകിസ്ഥാനിലേക്ക് കടന്നു. ലാഹോറിലെയും മുൾട്ടാനിലെയും ഒക്കെ സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപമെത്തി ചിത്രങ്ങളെടുത്തു. 10 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി. അതിനുശേഷം 50-ലധികം പ്രാവശ്യം കശ്മീർ സിംഗ് പാകിസ്ഥാനിൽ പോയി തിരിച്ചു വന്നു. ഇതിനിടയിൽ ഒരിക്കൽ ചൈന പാകിസ്ഥാന് നൽകിയ T-59 ടാങ്കിന്റെ ചിത്രവും കശ്മീർ സിംഗ് എടുത്തിരുന്നു. 1973 പാകിസ്ഥാനിൽ പെഷവാറിൽ നിന്ന് റാവൽപിണ്ടിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കശ്മീർ സിംഗ്. ഹൈവേയിൽ സ്റ്റോപ്പില്ലാത്ത ഒരിടത്ത് ബസ് നിർത്താൻ തുടങ്ങുമ്പോൾ തന്നെ അപകടം മണത്ത സിംഗ് കയ്യിലിരുന്ന ക്യാമറ ബുദ്ധിപരമായി ഉപേക്ഷിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അടുത്തെത്തിയ പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കശ്മീരി സിംഗിനെ കൂടെ കൂട്ടി അജ്ഞാത കേന്ദ്രത്തിലെത്തിച്ചു. പിന്നെ കൊടിയ പീഡനങ്ങൾ. 3 മുറകൾ പല ദിവസവും തുടർന്നു. ഒരിക്കൽ പോലും ഒരു രഹസ്യവും സിംഗ് പറഞ്ഞില്ല. ചാരനാണെന്ന് സമ്മതിച്ചതേയില്ല. ഒരു തെളിവും കിട്ടിയില്ലെങ്കിലും പാക് സൈനിക കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പീലുകളും ദയാഹർജികളുമായി നീണ്ട 35 വർഷങ്ങൾ. ഒരിക്കൽ പോലും ഒരു സന്ദർശകൻ അദ്ദേഹത്തെ കാണാനെത്തിയില്ല. ഒരിക്കൽ പോലും ആകാശം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 17 വർഷം ചങ്ങലകളിൽ ബന്ധിതനായി യൗവനത്തിന്റെ 35 വർഷങ്ങൾ ഇരുട്ടറയിൽ ഒടുങ്ങി. ഒടുവിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ മുന്നിലെത്തിയ ദയാഹർജിയിൽ കശ്മീർ സിംഗിന് മോചനമായി. 2008 വാഗ അതിർത്തി വഴി കശ്മീർ സിംഗ് ഇന്ത്യയിലെത്തി. തിരിച്ചെത്തിയതുകൊണ്ട് മാത്രം നമ്മൾ കാശ്മീർ സിംഗ് എന്ന പോരാളിയെപ്പറ്റി അറിഞ്ഞു. ഒന്നും വേണ്ടാതെ, ഒന്നും അറിയാതെ, സ്നേഹിക്കുന്നവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ എത്ര പേർ ഇതിനോടകം ജീവൻ വെടിഞ്ഞിട്ടുണ്ടാകും. ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നത് ആ ധീരന്മാരുടെ കരുത്തിലാണ്, ത്യാഗത്തിലാണ്, ദേശസ്നേഹത്തിലാണ്. ആ ധീരതയ്ക്ക് മുന്നിൽ പ്രണാമങ്ങൾ.